ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരത്തിന് വേണ്ടിയാണ് നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. എതിരാളികൾ മറ്റാരുമല്ല, മുംബൈ സിറ്റി FC ആണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 7:30 ഈ മത്സരം നടക്കുക. ഗോവയിലെ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ജിയോ ഹോട്ട്സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സിലുമാണ് ഈ മത്സരം നമുക്ക് ലൈവ് ആയിക്കൊണ്ട് വീക്ഷിക്കാൻ സാധിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ ഒരു സമനില മാത്രം നേടിയാൽ മതി സെമി ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കാൻ സാധിക്കും. പക്ഷേ ആ ഒരു ലാഘവത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തെ സമീപിക്കാൻ സാധ്യതയില്ല. വിജയം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കും ഡേവിഡ് കാറ്റല തൻ്റെ ടീമിനെ അണിനിരത്തുക. അതേസമയം മുംബൈ സിറ്റിക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. വിജയം നിർബന്ധമാണ്. എന്നാൽ മാത്രമാണ് സെമി ഫൈനൽ സാധ്യതകൾ അവശേഷിക്കുകയുള്ളൂ. ഏതായാലും രണ്ട് ടീമിൻ്റെയും ഒരു സാധ്യതാ ലൈനപ്പ് പ്രമുഖ മാധ്യമമായ കേൽ നൗ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം മുംബൈ സിറ്റിയുടെ കാര്യത്തിലേക്ക് വരാം. 4-2-3-1 എന്ന ഒരു ഫോർമേഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പറായിക്കൊണ്ട് ലാച്ചൻ ബൈ ആയിരിക്കും. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റാൾട്ടെ, തിരി, ധ്രുവ്, ആൽവ, ആകാശ് മിശ്ര എന്നിവരായിരിക്കും. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജോൺ ടോറൽ, അതുപോലെ തന്നെ ഭവിത് ലുങ് എന്നിവർ ഉണ്ടായിരിക്കും. കൂടാതെ ജോർഹെ ഓർട്ടിസ്, ലാലിയൻ ജുവാല ചാങ്തെ, വിക്രം പ്രതാപ് സിംഗ്, ജോർഹെ പെരേര ഡയസ് എന്നിവരായിരിക്കും മുംബൈ സിറ്റിയുടെ നിരയിൽ ഉണ്ടാവുക എന്നാണ് കേൽ നൗ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സാധ്യത 11 കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് നോറ ഫെർണാണ്ടസ് തന്നെയായിരിക്കും. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മുഹമ്മദ് സഹീഫ് അവിടെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ മോശമല്ലാത്ത രൂപത്തിൽ കളിക്കാൻ സഹീഫിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെൻട്രൽ ബാക്കുമാരായിക്കൊണ്ട് യുവാൻ റോഡ്രിഗസും ബികാഷ് ഉംനവും തന്നെയായിരിക്കും. അതുപോലെ തന്നെ സന്ദീപിന് പകരം അമേർ അണവാഡയെ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ മത്സരത്തിലും സന്ദീപിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡുഷാൻ ലഗാത്തോറും അഡ്രിയാൻ ലൂണയും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മുന്നേറ്റ നിരയിൽ വിംഗർമാരായിക്കൊണ്ട് നിഹാൽ സുധീഷ്, അതുപോലെ തന്നെ കോറു സിംഗ് എന്നിവരായിരിക്കും. കൂടാതെ നോവ സദോയ് അവരെ സഹായിക്കാനുണ്ടാകും. ഇതിനൊക്കെ പുറമെ സ്ട്രൈക്കർ ആയിക്കൊണ്ട് കോൾഡോ ഒബിയേറ്റയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഒരു മാറ്റം മാത്രമാണ് കേൽ നൗ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അമേർ റണവാഡ വരും എന്നാണ് ഇവരിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ വേറെയും മാറ്റങ്ങൾ സംഭവിക്കാം. ഇത് കേവലം സാധ്യത മാത്രമാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.